നമസ്കാരം. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഈ പര 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 നാറി അവനൊരു ആറ്റിറ്റ്യൂഡും ഇല്ല. ഒരു ദിവസമെങ്കിലും ആ ലീനിയേജ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രിമാരുടെ ലീനിയേജ്, അതിലൊന്ന് പെടണം. അത്ര മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് അവൻ ഈ പെടുക്കൽ മുഴുവൻ പെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്താക്കിക്കോ, ഒരു കുഴപ്പമില്ല. അക്ഷരം തെറ്റാതെ ഉറപ്പോടുകൂടി കേരളത്തിലൊരു പരനാറിയുണ്ട്. ഒരുവനെ വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇവനാണ് ഈ RSS ചാരൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പാണക്കാടിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ ലീഗോളികളോടും ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ സംഘപരിവാറിന് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കരുത്. പണ്ടൊക്കെ ഉടമകളായിട്ടുള്ള ആളുകൾ, ഉടമകൾ അവരുടെ രഥത്തിലേക്ക്, അവരുടെ വാഹനത്തിലേക്ക് തണ്ടിലേറ്റ് നടത്താൻ പറ്റില്ലേ, തണ്ട് എന്ന് പറയും, 4 പേര് ചുമക്കുന്നത് അല്ലെങ്കിൽ 8 പേര് ചുമക്കുന്നത്, അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അന്ന് കസേരയില്ല. അപ്പോൾ കുനിഞ്ഞു നിൽക്കും അടിമകൾ വന്ന്, അടിയാളന്മാർ വന്ന് കുനിഞ്ഞു നിൽക്കുമ്പോൾ തമ്പരൻ അവരുടെ പുറത്ത് ചവിട്ടി കയറും. അവരുടെ പുറത്ത് ചവിട്ടി കയറുമ്പോൾ അവരുടെ ആ തൊലിയിലുള്ള വേർപ്പ് തമ്പുരാൻ്റെ കാലിൻ്റെ അടിയിൽ പുറലായിരിക്കാൻ വേണ്ടിയിട്ട് വാഴയില വെട്ടി ഇവരുടെ മുതുകത്ത് വയ്ക്കൂത്രേ. എന്നിട്ട് അതുമ്പോൾ ചവിട്ടിയിട്ടാണ് കയറുക. ഇതൊക്കെ 10,000 വർഷം മുമ്പുള്ള ചരിത്രമല്ല, കേരളത്തിലെ ഇന്നലെ ഉണ്ടായ ചരിത്രമാണത്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ടൺ കണക്കിന് തെറി പറഞ്ഞത് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയി. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ മുഖം ഇങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ആ AP മുടിക്കച്ചവടക്കാൻ നിങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് അള്ളാഹു എന്നങ്ങനെ പറഞ്ഞാൽ മതി. പാണക്കാട് അയ്യോ തമ്പുരാൻ, പൊന്നു തമ്പുരാൻ, തിരുമനസ് എന്നാണ് പറഞ്ഞാൽ മതി. സ്വയം നശിച്ചാലും ഞാൻ എന്നെ വിറ്റ് തിന്നില്ല. എൻ്റെ എത്തിക്സ്, എൻ്റെ വാല്യൂസ്, ഞാൻ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയേണ്ട വീട് തന്നു നാണാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ 3 രൂപ ഞാൻ കൊടുക്കും. അതെന്നെ കുട്ടികാലം പോലെ എൻ്റെ മുത്തച്ഛനൊക്കെ ചെയ്യുന്ന കാര്യമാണ് ധർമ്മം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മഹനീയത ശരിക്കും ഞാൻ പഠിച്ചത് നബി തിരുമേനിയിൽ നിന്നാണ്. ഒരു പങ്ക് കൊടുക്കണം. മുസൽമാന്മാരത് ചെയ്യുന്നുണ്ട്. ഈ പങ്ക് കൊടുത്തിട്ട് ഇവന്മാർ 100 രൂപ 200 രൂപ അവരാണ് ഈ വണ്ടിക്കാളകളാണ് ഈ വിളിച്ചു പറയുന്നത്. അതേ സമയത്ത് എനിക്ക് ഇന്നത് ചെയ്യൂ സ്വാമി. ഒരിക്കൽ സ്വാമിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ആയതുകൊണ്ട് തന്നെ സ്വാമി ഒരു കാര്യം ചെയ്യും, സ്വാമി ഒരു CCTV വയ്ക്കൂ. അന്ന് എനിക്ക് ഈ CCTV എനിക്കറിയില്ല. അപ്പം അതിന് മാസവാടക കൊടുക്കണമെന്നൊക്കെ എൻ്റെ ധാരണ. സ്വാമിക്ക് അതിൽ വൈഫൈ ഉണ്ടല്ലോ, അതിൻ്റെ ചിലവ് എത്ര ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു തന്നു. ഇന്നും അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ദുബായിൽ 19 വർഷമായിട്ടുള്ള ആളാണ്. ഈ ഇവിടെ കോഴിക്കോട് മാഹിയിലുള്ള ആളാണ്. ഇന്നും സുഹൃത്താണ്. പക്ഷെ കുറച്ച് തെണ്ടിപ്പിള്ളേരാണ്, ഈ ലീഗോളി തെണ്ടിപ്പിള്ളേർ മാത്രമാണ് ഞങ്ങളുടെ വീട് അതിന് ഇതന്നെ നാണാവൂൽ. നീയൊക്കെ എവിടുത്തെ മുസൽമാനാടാ? ഒരാൾക്ക് സന്തോഷമായിട്ട് ഒരുത്തം പോയിട്ട് വക്കീലിനെ പോയി കണ്ടു, എനിക്ക് ആ പൈസ തിരിച്ചിട്ടാണ് മാറേണ്ടത്. ഏത് പൈസ വക്കീൽ ചോദിച്ചു? ഏത് പൈസ? നിങ്ങളല്ലേ കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടോ? അല്ല, ഞാൻ വീട് കെട്ടാൻ വേണ്ടിയിട്ട് എത്ര കൊടുത്തു? 5000 രൂപ. എനിക്ക് തിരിച്ചു കിട്ടണം, വാശിയാണ്. എന്നിട്ട് ആ 5000 രൂപ അങ്ങനെ എന്താ ചെയ്തത്? അങ്ങനെ കഞ്ചാവ് വലിച്ചു തീർത്തോ? വീട് കെട്ടി. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. കൊടുത്തത് വീണ്ടും കൊണ്ടുപോവാ. ഞാൻ തന്നതാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്താണ് രാമു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. രാമു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. രാമു ഉണ്ട്, അവൻ്റെ ചേട്ടൻ മണി, കുറച്ചാൾക്കാരുണ്ട്, എനിക്കറിയില്ല, നായന്മാരാണ്, പാവപ്പെട്ടവരാണ്. ഈ രാമു അപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരു പണിക്കർ തറവാടുണ്ട്, അവിടുത്തെ ഒരു പയ്യൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ ഒരു ദിവസം സ്കൂളിൽ പോയി. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്, 3-ലോ 4-ലോ മറ്റോ ആണ്.
അന്ന് ഈ പയ്യൻ അവിടെയുള്ള എല്ലാം പറയാം, അവൻ്റെ ഷർട്ട് ഞാൻ കൊടുത്തതാ, അവൻ്റെ ഷർട്ട് ഞാൻ കൊടുത്തതാ, അവൻ്റെ ഷർട്ട് ഞാൻ കൊടുത്തതാണ്. ഈ കുട്ടിക്കായി രാമു ഇങ്ങോട്ട് കരച്ചിൽ ആരംഭിച്ചു. അവനെന്ത് ചെയ്തു, അന്ന് മറിയാമ്മ ടീച്ചറും ടീച്ചറാണ് അവിടെ ക്ലാസ്സിൽ നിൽക്കുന്നത്. അവൻ എന്ത് ചെയ്തു, ഈ ഷർട്ട് ഊരിയിട്ട് അവൻ ജനലിലൂടെക്കുള്ള പുറത്തേക്ക് എറിഞ്ഞു. അവനുണ്ട് അഭിമാനബോധമുണ്ട്. ടീച്ചർ ഒന്ന് പൊരുത്തുനിന്ന് കരയുണ്ട്, ഷർട്ടില്ല. എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. കുട്ടികളെല്ലാവരും പറഞ്ഞു, ഇവൻ്റെ ഷർട്ട് അവൻ്റെ എന്ന് പറഞ്ഞു. അന്ന് അവനെ പിടിച്ച് പുറത്ത് നിർത്തി, കുറേ നേരം പുറത്ത് നിർത്തി. അപ്പോൾ അവൻ്റെ വീട് തൊട്ടടുത്താണ്, അവൻ്റെ ഈ ചെക്കൻ്റെ വീട്. അതിൻ്റെ ആൾ വന്നിട്ട്, എന്താ നീ ഇവിടെ നിൽക്കണേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ മോനെ ഇങ്ങനെയൊന്നും പഠിപ്പിക്കരുത് കേട്ടോ, അതായത് നിങ്ങളുടെ മോൻ കൊടുത്ത്. ആ സമയത്ത് ആ കുട്ടിയാണെന്ന് നോക്കാതെ കുട്ടിയുടെ ചെവിടുത്തടിച്ചു അയാൾ. ആ കുട്ടിയുടെ ചെവിടുത്തടിച്ചു. അന്ന് ടീച്ചർ പറഞ്ഞു, നിങ്ങളെന്തേ കാണി കുട്ടിയെ ചെവിടുത്തടിക്കുക, ചീത്ത പറയല്ലേ വേണ്ടു, അല്ലെങ്കിൽ അടിക്കാൻ വടി ഞാൻ അടിക്കില്ലേ? ഇതല്ലേ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട് കെട്ടവണി ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അവരുടെ തൃശ്ശൂരിൽ ഞാൻ ഗീത നടത്തുമ്പോൾ അതിൻ്റെ ആ അറ്റം വരെ ഈ അറ്റം വരെ സഹകരിച്ച് അവിടുത്തെ മോൺസിഞ്ഞോർ ഡോക്ടറാണ് അദ്ദേഹം, വലിയ അച്ഛനാണ്, ഇപ്പോൾ ബിഷപ്പായെന്ന് തോന്നുന്നുണ്ട്. അവർ പോലും എനിക്ക് ആ ബന്ധം പോലും വിട്ടതാ. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ തേടിപ്പിടിച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട്. എത്രയോ ഹിന്ദുക്കൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് വരെ സത്യം ഒരു ഹിന്ദു പോലും. പക്ഷേ ഈ ശവങ്ങളല്ലാതെ ഈ ലീഗോളികൾ, ഈ പാണക്കാടിൻ്റെ ആൾക്കാരും അല്ലാതെ ഒരാട് പോലും, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുടെ പേര് പറയണത് അത് അവരോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അപ്പം അതുപോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് വാസ്തവത്തിൽ? ഈ അതും ഇതുമല്ലാതെ കൂട്ടിയിണക്കിയിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഒറ്റത്തണ്ടല്ല. അവിടെ കൂട്ടിയിണക്കി അതിൻ്റെ ഉള്ളിൽ വേറൊരു ആപ്പ് വെച്ച് അതിൻ്റെ ഉള്ളിൽ വേറെ കൂട്ടി കരുതി ഇങ്ങനെയൊരു ഭരണമുടെ അത് മുട്ടത്തെട്ടത്തില്ല. ഇപ്പം എന്തായി? ഇപ്പോൾ ഇവിടെ RSSൻ്റെ പരമപൂജനീയ, അവരങ്ങനെയാണ് വിളിക്കുക, പരമപൂജനീയ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത്, അദ്ദേഹം ഡോക്ടറാണ് ആണ് കേട്ടോ. അദ്ദേഹം ഇവിടെ മറ്റേ തൃശ്ശൂർ വന്നു, എറണാകുളത്തും എല്ലായിടത്തും വന്നു. അവിടെ വായും പൊളിച്ചിരുന്ന് കേൾക്കാൻ പോയത് എന്താ, കേട്ടോണ്ട് എനിക്ക് കുഴപ്പം തോന്നിയൊന്നുമില്ല. ഞാൻ നാഗപ്പൂർ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കലായിട്ട് നാഗപ്പൂരുണ്ടായിരുന്നു. ബസർഗാവ് എന്ന സ്ഥലത്ത് കാട്ടോൾ, അതിൻ്റെ അടുത്തുള്ളൊരു സിറ്റിയാണ് കാട്ടോൾ, KATOL. അവിടെയുള്ള സമയത്ത് ഉദയഭാസ്കർ, പാലക്കാടുള്ള ഉദയഭാസ്കർ അവിടെ മത്സരിക്കാൻ നിന്നൊരിക്കൽ, അദ്ദേഹം അതിൻ്റെ സ്പോൺസർ കൂടിയാണ്. പിന്നെ ശ്രീകാന്ത് ജിച്കർ, നിങ്ങളുടെ നേതാക്കന്മാരുടെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് മരിച്ചു പോയത്, പവർ മന്ത്രിസഭയിൽ. അവരൊക്കെയാണ് അതിൻ്റെ സ്പോൺസർമാർ. അന്നവിടെ ചക്കട മുക്കട സ്കൂട്ടറായിട്ട് വരുന്ന മോഹൻ ഭാഗവത് കാണാപ്പാടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ പോയില്ല, കാല് പിടിക്കാൻ പോയില്ല, ആരെയും കാല് പിടിക്കാൻ പോയിട്ടില്ല. യോഗി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇരുന്നോടത്തിരിക്കില്ല അയാൾ, അത്രയും പരിചയമുണ്ട്. ഇവർ ആരും കാല് പിടിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പം ചെയ്യുന്നത് എന്താണ്? ഈ ലീഗോളികൾ, ഈ പാണക്കാട്, ഈ പറയണ ലീഗിൻ്റെ ആളുകൾ, നാണമുണ്ടോ, മാനമുണ്ടോ? നിങ്ങൾക്ക് തന്തയുണ്ടോ? ഒറ്റ തന്ത. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം. പിന്നെ ഇത് രണ്ടും ഉണ്ടല്ലോ. അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുക, ആകെ കൂടി തൊണ്ടേന്ന് വരുന്ന ശബ്ദം അകാരം വിഷ്ണുവാണ്. അത് മാത്രമേ നമുക്കുള്ളൂ. എന്നുള്ളത് അതിന് രൂപഭാവങ്ങൾ കൊടുക്കുന്നത് ചുണ്ടുകൊണ്ട്, പിന്നെ ഇതിനെ മറ്റേ നാക്കുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യായി അപ്പോൾ അകാര വരുന്നത് ആണ്. അകാരത്തിന് വിഷ്ണു വ്യാപകമാണ്. ഈ അറ്റമല അകാരമില്ലെങ്കിൽ മറ്റൊരു ശബ്ദങ്ങളില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അക്കുഖ വിസർജനീയാനാം കണ്ടത്തിൽ നിന്ന് വരിക, അകാര സംബന്ധിയുള്ള അക്കുഖ വിസർജനീയാനാം കണ്ടക ഇച്ചുയശാനാം താരോ ഋട്ടുരഷാനാം മൂർധ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന ശവങ്ങൾക്കൊന്നും അറിയില്ല, പാവങ്ങൾ ഒന്നും അറിയില്ല. വിറ്റകൾക്ക് അടിമകളാണ് വിറ്റകൾ, അടിമകൾ. ഇവിടെ കുറച്ച് കരിയും വാരി തേച്ച് കിടക്കുന്ന അടിമകൾ. ഇവിടെ പഠിച്ചിട്ട് കുറച്ച് തെറി പറയാനറിയാം, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് തെറി പറയാനറിയാം. ഞാൻ അന്ന് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ.
ഇപ്പോൾ അവരിൽ ആർക്കെങ്കിലും 22 കൊഞ്ഞാണന്മാരവിടെ ഉണ്ടല്ലോ, അവരൊന്ന് തുറന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞ നാക്കിൻ്റെ കാര്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയട്ടെ. അതേ ഉറക്കെ പറഞ്ഞാൽ അവിടെയാണ് അമർത്തും, അത് വേറെ കാര്യം. പതുക്കെ പറഞ്ഞാൽ മതി, അഭിപ്രായം പറയുക. ഇവിടെയുള്ള VC-മാർ അവരെ കാണാൻ പോയത് ശരിയായില്ല, അത്ര പറഞ്ഞാൽ മതി. വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടല്ലോ, പോയത് ശരിയായില്ല, ഒന്ന് പറഞ്ഞാൽ മതി. 3 VC-മാരും കേരളത്തിൽ മാപ്പ് വരണം. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആകാരം എന്നിട്ട് ചുണ്ടാട് കൂട്ടുക, ഇപ്പം മാന്നായി, പിന്നെ ചുണ്ടാട് പെടുത്ത അപ്പം എന്താ മാപ്പ് നായി. നാണാവില്ലടോ ഈ സവർക്കറെ, ഈ VD സവർക്കറെ, തനിക്ക് നാണാവില്ലടോ? മാപ്പ് പറയാനാണോടോ പറയേണ്ടത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ പോയി കണ്ടോ? നാളെ വീരപ്പനെ പോയി കണ്ടാൽ, ഞാൻ സത്യമംഗലത്ത് കൂടെ പോകുമ്പോൾ അവിടെ ഞാൻ ചായക്കടയിൽ കയറിയിട്ട് അവിടെ വെച്ചു, വീരപ്പനെ കാണാൻ വല്ല മാർഗം ഉണ്ടോന്ന്. അതും എനിക്കിഷ്ടമാണ്. ഫൂലാൻ ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കലാനിലയത്തിൽ ഫൂലാൻ ദേവിയെ ബലാത്സംഗം ചെയ്യുന്ന രാജാവിൻ്റെ വേഷം അഭിനയിച്ചവനെ ഞാൻ എന്ന് പറഞ്ഞ സമയത്ത് അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. നേരിട്ട് ഞാൻ ഡൽഹിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവരുടെ കാര്യവും പറ്റില്ല, എൻ്റെ പക്കത്തൊന്നും കയറിയിട്ടില്ലല്ലോ. മോഹൻ ഭാഗവത് പരമപൂജനീയ RSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവതിനെ കാണാൻ പോയത് ഞാനവിടെ തൃശ്ശൂരിൽ കാണാൻ പോയേനെ. എന്നിട്ട് പറഞ്ഞേനെ, അതേ എനിക്ക് കുറച്ച് പൈസ കൊണ്ടതാ. എന്തിനാ അറിയോ? ആ പ്രോട്ടീനും കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിക്കാൻ. എന്തിനാ? ക്യാ ഹോ ഗയാ? പറയാറുണ്ടല്ലോ, ഭീം കാം ഹേ. ഭീമൻ എവിടെയാന്ന് സ്കൂട്ടർ ഉന്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂലിങ്ങിട്ടതാ. അതെനിക്ക് പറയാൻ കഴിയും. ഒന്ന് പറഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തെ കാര്യം ഇതരേ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ അവരുടെ പുറകിൽ കിടന്ന് നടന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ 3 VC-മാരും അവിടെ പോയി തൊള്ളയും പൊളിച്ചിരുന്നു. അവിടെ അവരെയും കുറ്റം പറയുന്നില്ല. അവർക്ക് വൈസ് ചാൻസലർമാരാന്ന് പറഞ്ഞിട്ട് അവരിനി ഇന്നത് ചെയ്യണം, കാലത്ത് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് മൂത്രമൊഴിക്കണം, ഇന്ന സമയത്ത് തൂറണം എന്ന് പറയാൻ ഇവിടെ ആർക്കെല്ലാം അധികാരമുണ്ടോ? അവർ ജോലി അവർ ചെയ്യുന്നുണ്ടോ? അത് നോക്കിയാൽ പോരെ. മാപ്പ് പറയണേ. എന്തിനാണോ മാപ്പ് പറയണേ? താൻ പോയിട്ട് ഇവിടെ നായന്മാരുടെ വോട്ടും ഈഴവന്മാരുടെ വോട്ടേയും പോയിട്ട് ആ സുകുമാരൻ നായരെ പോയി കാണാൻ പോയിടോ താൻ? ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ സമയമാകുമ്പോൾ പറയാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് സുകുമാരൻ നായർ. അവിടെ പോകണമെന്ന് ഇയാളുടെ കുറേ ശിങ്കിടികൾ വിളിച്ചു പറഞ്ഞു വരണം എന്നുണ്ടത്. സമയമാകുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളിയിൽ അവിടെ പോകാൻ നോക്കി. മാനവും കെട്ടാൻ ഇവൻ്റെ ഇരിപ്പ്. ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നുണ്ടാ ദുബായിൽ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇരിപ്പായേനെ. KMCCയുടെ ബീജത്തിൽ പറഞ്ഞ സാധനമാണ് ഇവൻ. പുറത്താക്കിയാലും കാര്യമില്ലല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ലീനിയേജിൽ പെട്ടുകഴിഞ്ഞു. മുഖ്യമന്ത്രി ഏത് നാറിയാണെങ്കിലും, ഏത് പരനാറിയാണെങ്കിലും, ഒരു പരമ്പര നാറിയാണെങ്കിലും മുഖ്യമന്ത്രി ആയല്ലോ. ഞമ്മക്കത് മതി. മാപ്പ് പറയിപ്പിക്കല്ല വേണ്ടത്. എന്തിനാണോ തൻ്റെ കയ്യിൽ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ തന്നിട്ടുള്ളത്? ആ 3 പേരും സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവരോട് ഇറങ്ങി പോകാൻ പറ. മോഹൻ ഭാഗവതിൻ്റെ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തത് അതീവ ഗൗരവതരം. ഒരിക്കൽ ഗുരുവായൂർ യേശുദാസിൻ്റെ പാട്ട് വയ്ക്കാൻ പാടില്ല എന്ന്, ആളുടെ പേരും ഊരും അയാൾ താമസിക്കുന്ന വീടൊക്കെ എനിക്കറിയാം. യേശുദാസിൻ്റെ പാട്ട് വയ്ക്കാൻ പാടില്ല ഗുരുവായൂർ എന്ന് പറഞ്ഞല്ല, പണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉള്ളതാണ്. അത് ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഭാഗവതിൻ്റെ പ്രഭാഷണം, ഭാഗവത് ആരാ? അയാളൊരു RSSൻ്റെ നേതാവാണ്. അയാളുടെ പ്രഭാഷണത്തിൽ അയാൾ എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം മോഹൻ ഭാഗവത് എന്താണ് പറയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് പോയി കണ്ടു. മോഹൻ ഭാഗവതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനൊന്നും പോയില്ലല്ലോ. ഈ പരനാറി ഈ VD സവർക്കർ ചെയ്ത പോലെ, VD സവർക്കറല്ല, ഈ ഡ്യൂപ്ലിക്കേറ്റ് സവർക്കർ ചെയ്ത പോലെ മറ്റേ ഗുരുജിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തിയല്ലോ. ഫോട്ടോയ്ക്ക് എല്ലാവരും കയ്യിലുണ്ടല്ലോ, വിളക്ക് കൊളുത്തിയിട്ടൊന്നുമില്ലല്ലോ. അവർ കേൾക്കാൻ പോയി, അത്രമാത്രം. നാളെ ഇനി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിൽ പ്രവർത്തിക്കുന്ന മുരളി, അദ്ദേഹം മരിച്ചുപോയി.
അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ അത് കാണാൻ പാടില്ല. മാപ്പ് പറയണമെങ്കിൽ പറഞ്ഞാലോ. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി വാളോങ്ങിയിരിക്കുകയാണ്. എന്താ വാളോങ്ങലെന്നറിയാമോ? പശു വീട്ടിൽ കയറിയിട്ട് ഞാറ് തിന്നു. അപ്പോൾ ഈ പശുവിനെ അടിക്കാനും പേടി. അവസാനം പശുവിനെ നല്ല പെട വെച്ച് കൊടുത്തു. എന്താണെന്നറിയാമോ? ഈ ചെത്തിപ്പൂവുണ്ടല്ലോ, ചെത്തിപ്പൂവിൻ്റെ ഉള്ളിൽ ആ തണ്ടുണ്ടല്ലോ, തണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ണോട് ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. അങ്ങനെ മുടിനാര് പോലുന്നുണ്ട്. അതുകൊണ്ട് 5-6 പെടകൾ വെച്ച് കൊടുത്തു. ഇയാൾ പറഞ്ഞ പിന്നെ പശു പോയി. ഭാര പറഞ്ഞു നല്ല പെട വെച്ച് കൊടുക്കാൻ. അങ്ങനെ നല്ല പെട വെച്ച് കൊടുത്തു. ഇതുപോലെ മാപ്പ് പറയണം. മാപ്പ് പറയണം. എന്താ മാപ്പ്? ഇതല്ലടോ നാറിതാൻ പറയണത്. ആക്ഷൻ എടുക്കടോ. ആക്ഷൻ എടുക്കാൻ തനിക്ക് ശേഷിയുണ്ട്. ആക്ഷൻ എടുക്കടോ. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വൈസ് ചാൻസലർക്ക് ഉണ്ടായതെന്നും ഈ നടപടികൾ വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ലെന്നും മാപ്പ് പറയണം. മാപ്പ് പറയണം. എഴുതി തന്നാൽ മതിയാ കോപ്പെന്ന്. ഇതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അവരെ വിളിച്ച് വരുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചല്ല പറഞ്ഞിട്ടുള്ളത്. ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുക മാപ്പ് പറയണം. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നിനക്കൊന്നാമത് പോയിട്ട് ആവാൻ പറ്റില്ല. അത് പഠിപ്പ് വേണം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അണ്ടി കളിച്ച് നടന്നാൽ പറ്റില്ല. പഠിപ്പന്നെ വേണം. അവർ VC-മാരായി എവിടിച്ച് പുറത്താക്കി അവർ വേറെ കാലത്ത് പോയിട്ട് VC-മാരാവും. അത് കളഞ്ഞു കുളിക്കുന്ന രീതിയിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. മോഡിയോ കിട്ടിയണ്ടോ അവിടേക്കാ പോക്ക്. കുറച്ച് കഴിഞ്ഞിട്ടേക്കും പോകായിരുന്നില്ലേ? ഓടിപ്പോവുകയാണ് മോഡിയുടെ അടുത്തേക്ക്. ഒന്നുമില്ല, നമ്മളൊക്കെ മറ്റേ ഒരു ബലൂണൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ബലൂൺ കൊണ്ട് മുത്തച്ഛ ബലൂൺ കിട്ടി, മുത്തച്ഛ ബലൂൺ കിട്ടി എനിക്ക്. അപ്പോൾ അമ്മയുടെ അമ്മ എനിക്ക് ബലൂൺ കിട്ടി. എന്നിട്ട് അപ്പുറത്തെ ബലൂൺ കിട്ടി എന്ന് പറഞ്ഞ പോലെ ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ ഓടി നടക്കുകയാണ് എല്ലാ പള്ളികളിലേക്കും മോഡിയെ കാണാൻ വേണ്ടി. മോഡിയുടെ മുമ്പിൽ അവിടെ ചെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴല്ലേ അകത്ത് കയറ്റുള്ളൂ. കയറ്റി അവിടെ നിന്ന് ആ ഫോട്ടോ എടുത്ത് കാര്യം കഴിഞ്ഞു. അയാളോട് എന്ത് പറയാൻ എന്തൊപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത്? അപ്പോൾ അതിന് മാപ്പ് പറയണ്ടേ ആദ്യം? ഇയാൾ ആദ്യം അതിന് മാപ്പ് പറയണ്ടേ? മോഡിയാടോ RSSകാരൻ? മോഡി സംഘത്തിലൂടെ വളർന്നവനാ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്നതുകൊണ്ട് നിത്യശാഖയിൽ പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് തേങ്ങാക്കുരി ഒപ്പിക്കുക? മാപ്പ് പറഞ്ഞില്ലെന്നിരിക്കട്ടെ, നീ എത്ര രോമം പറിക്കും ഈ VC-മാരുടെ? ഒന്ന് പറ. നീ VC-മാരുടെ എത്ര രോമം പറിക്കും? ഒന്ന് പറ. RSSൻ്റെ 100-ാം വാർഷികം, അതിൻ്റെ ഭാഗമായിട്ടാണ് സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ നിന്ന് 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. അതിനാണ് ഗൗരവമായിട്ട് അതിശക്തമായിട്ട് മറ്റേ ഇങ്ങനെ പറയുന്ന പോലെ അതിശക്തമായിട്ടാണ് മാപ്പ് പറയണം. എന്തായാലും എടോ ഡൂക്കിലി പര നാറി തന്നോടൊരു മാപ്പും പറയാൻ പോകുന്നില്ല. ഇപ്പം തൽക്കാലം വേറെ മാർഗമില്ല. അപ്പോൾ പത്രത്തിലൊന്നും വരണം, മനോരമയിലേക്കൊന്നും വരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ വന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ 3 VC-മാരും അവിടെ പരമപൂജനീയ സർസംഘചാലകിൻ്റെ മോഹൻ ഭാഗവതിൻ്റെ പ്രോഗ്രാമിൽ സംബന്ധിച്ചു. എന്താ അങ്ങേക്ക് പറയാനുള്ളത്? മാപ്പ് പറയണം. ഓക്കെ, വേറെ ഒന്നും പറയണം? മാപ്പ് പറയണം. അടുത്തൊരു മാപ്പ് പറയണം. എന്ത് മാപ്പ് പറയാം? കോപ്പടോ പറയാൻ പോണത്. VC-മാർ കോപ്പടോ പറയാൻ പോണത്. അവർക്ക് ഇപ്പോൾ താൻ പിടിച്ച് പുറത്താക്കിയൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അതൊക്കെ കോടീശ്വരന്മാരാ. നീ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അയാൾ അവിടെ പോയിട്ട് മറ്റേ ഡൽഹി സർവകലാശാല അങ്ങനെ എനിക്കറിയില്ല, അവിടെ VC ആവും. അത്രേ ഉണ്ടാവുള്ളൂ.
മാപ്പ് പറയല്ല വേണ്ടത്, പിരിച്ചുവിടണം ആ സ്പോട്ടിൽ. കാനം കാണിക്കൽ നോട്ടീസ് അയക്കടോ, കോപ്പ, പരനാറി, കോമാളി മുഖ്യമന്ത്രി അയക്കടോ, കാനം കാണിക്കൽ നോട്ടീസ് അയക്കടോ. തൽക്കാലം ഇവിടെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തടോ. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടേക്കും പോക്ക് എവിടേക്കെന്ന് പറഞ്ഞതാണ്. ആ 22 അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, 22 മുക്കാലുകൾ. അതിൽ ഒരാളെന്ന് ആ ഷാജി എന്ന് പറഞ്ഞ് ഒരുത്തുണ്ടല്ലോ, മൊതപാട് 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 മൊതപാട്. ഒരു മൈക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മൈക്കാട് കടിച്ച് തിന്നും മൈക്ക്. എന്താണ്ടോ തൻ്റെ വായയിൽ വല്ലൊരു മറ്റേ സാധനം കൊണ്ട് കുത്തിത്തിരികെ വെച്ചിരിക്കുകയാണോ? പറയടോ പറയടോ. ആ വി സിമാരെ പിടിച്ച് പുറത്താക്കാൻ പറയടോ. കുഞ്ഞാലിക്കുട്ടി പിന്നെ പച്ചവെള്ളം ചവച്ച് കഴിക്കുന്ന ആളാ. അത് ശരിയാണോ? ഇതോ അത് ശരിയല്ലേ? അതവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. താനീ കള്ളു കുടിക്കുന്നതൊന്നും ശരിയല്ല, ശരിയല്ല. ഉള്ള പൈസ മുഴുവൻ വെറുതെ നശിപ്പിക്കല്ലേ? നശിപ്പിക്കുകയാണ്. ആരോഗ്യത്തിന് മോശമല്ലോ, ആരോഗ്യത്തിന് മോശം. വീട്ടുകാർക്ക് സങ്കടം വരില്ലടോ, വീട്ടുകാർക്ക് സങ്കടം വരും. അല്ല പിന്നെ നമ്മളിപ്പോൾ കുടിക്കാണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അത് ശരിയാ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഈ കുഞ്ഞാലിക്കുട്ടി. വർഗീയതയ്ക്കെതിരെ സംസാരിക്കുക, ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പറയാം, പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്. RSS എന്ന് പറഞ്ഞ മുതല വായം പൊളിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിലേക്ക് അതിൻ്റെ ഇരയെ തള്ളിവിടരുത്, കേരളത്തെ കാവ്യാക്കരുത്. ഞാൻ ആ വർത്തമാനം പറയുന്ന ആളാണ്. നിങ്ങൾ കാണിക്കുന്നത് നാറിത്തരാ എന്നാ പറയുള്ളൂ. ഉടനെ തന്നെ കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കുകയാണ്. എന്താ ആക്രമിച്ചാൽ അറിയോ? സബ്സ്ക്രിപ്ഷൻ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ കുറേ തെറിവിളി, നിങ്ങൾക്ക് വീട് തന്നില്ലേടാ, അതാണ് പ്രധാനപ്പെട്ട. ഏതായാലും STPIക്കാർ ഇപ്പോൾ സമരം നടത്താൻ പോകുന്നുണ്ട്. ഈ STPI ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമാണ്, എനിക്കറിയില്ല, അതുകൊണ്ട് അറിയാണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും നാളെ ഈ STPIയുടെ നാളെ എന്തോ വലിയ സമരം നടക്കാൻ പോവാണ് അവിടെ തിരുവനന്തപുരത്ത്. RSS അതൊരു രാഷ്ട്രീയ സംഘടനയല്ല. RSS ഒരു സേവന സംഘടന മാത്രമാണ്. RSSൻ്റെ കാര്യപരിപാടികൾ 100-ാം വാർഷികം എപ്രകാരം ഏതാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ആ തന്തപ്പടി ഇവിടെ വന്നത്. അതിൻ്റെ പേരിൽ വേറെ കുറേ ആൾക്കാരോട് മുഖത്ത് തട്ടാൻ തുടങ്ങിയപ്പോഴാണ് പറയണേ മാപ്പ് പറയണം എന്ന് പറഞ്ഞത്. നിങ്ങളാ മാപ്പ് പറയേണ്ടത്, കേരള സമൂഹത്തോട് നിങ്ങളാ മാപ്പ് പറയേണ്ടത്. കേരള സമൂഹത്തെ വഞ്ചിച്ചതിന് നിങ്ങളാ മാപ്പ് പറയേണ്ടത്. KC വേണുഗോപാലിനെ വഞ്ചിച്ചതിന് നിങ്ങളാ മാപ്പ് പറയേണ്ടത്. ഇവിടുത്തെ നായർ സമുദായത്തെയും ഇവിടുത്തെ ഈഴവ സമുദായത്തെയും ഇവിടുത്തെ മൊത്തം ഹിന്ദുവിനെയും വഞ്ചിച്ചതിന് നീയാണ്ടാ ആദ്യം മാപ്പ് പറയേണ്ടത്. ഏത് പ്രധാനമന്ത്രി ആയാലും എന്ത് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാലും ഒരു സത്യം വിശേഷിക്കുന്നുണ്ട്. എന്താണ് സത്യം? നരേന്ദ്രമോദി ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഐ ആം ഹിന്ദു, യു ആർ ഹിന്ദു, യു ആർ ഹിന്ദു, ഞാനും നീം ആരോ പറഞ്ഞ പോലെ ഇന്തശിവം അന്തശിവത്തെ ഡിഷിം. ഭാഷ അറിയില്ലേ? അപ്പം അന്തശിവം ഇന്തശിവത്തെ ഡിഷിം, അതുക്കപ്പുറം അന്തശിവവും ഇന്തശിവവും കൂടി ഡിഷിം 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 എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പോയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവും വേണമെങ്കിൽ. ഹിന്ദി പിന്നെ അറിയില്ലല്ലോ. പത്രാസ് കാണിക്കാൻ പോയതാ. അതിനാദ്യം മാപ്പ് പറയടേ, നീ ആദ്യം പോയിട്ട് മാപ്പ് പറയടേ, അതാണ് വേണ്ടത്. ഇവിടെ ഈ ലീഗോളികളോട്, ഈ പാണക്കാട്ട് തമ്പുരാൻ്റെ വാലും പിടിച്ച് നടക്കുന്ന ലീഗോളികൾ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അടിമകളാണ് ഇവിടെ, പറഞ്ഞാലും കാര്യമൊന്നുമില്ല. തമ്പുരാൻ പട്ടിക്കിട്ട് ചോറ് കൊടുത്താലും വാലാട്ടും, പട്ടിക്കിട്ട് ഏറ് കൊടുത്താലും അപ്പുറത്ത് പോയിട്ട് മോങ്ങും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വാലാട്ടും, രണ്ടാമത് ചോറ് കിട്ടുമ്പോൾ. അങ്ങനെയുള്ള സാധനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ചിന്താ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ പറയും സ്വാമി പറഞ്ഞത് ശരിയാട്ടോ എന്ന് പറയും.
ഞാൻ പച്ചത്തെറി പറഞ്ഞിട്ട് കാരണം എന്താണ്? വികാരം തിളയ്ക്കുന്ന സമയത്ത് മഴവില്ല് എന്നാരും പറയാറില്ല, മൈ തന്നെയാണ് പറയുക. അതന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാമായിരുന്നു ഇവർ RSSന് ചുവപ്പ് പരവതാനി വിരിക്കുകയാണെന്ന്. ഇനിയിപ്പോൾ 20 കോടികളോ അതിൽ പാണക്കാട് തമ്പരൻ മിണ്ടിയിട്ട് കാര്യമില്ല. ആയ കൂടി 22 22 ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ പോകേണ്ട വരും. ഏതായാലും നിങ്ങൾക്ക് വഹിക്കാനൊരു പങ്കുണ്ട്. ആരുടെ പറയുന്നത്? ഇതിനകത്ത് അത്യാവശ്യം തലമണ്ടയ്ക്കകത്ത് ചെളിത്തലയന്മാരല്ലാത്ത മുസ്ലിങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് വഹിക്കാനൊരു പങ്കുണ്ട്. ഈ പ്രീണനം നിർത്തിക്കോ എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ പറയണം. നേരിട്ട് പറയാൻ കഴിയുന്നവരോട് നേരിട്ട് പറയണം, അല്ലാത്തവർ ഫേസ്ബുക്കിലോ ഒക്കെയും പറയണം. ഈ പ്രീണനം നിർത്തിക്കോ. നിങ്ങൾ കൂടി ഭാഗവാക്കായിട്ടുള്ള UDF ഇപ്പോൾ ചെയ്യുന്നതും കുനിഞ്ഞു നിൽക്കുകയാണ്. തമ്പുരാന് മഞ്ചലിൽ കയറാൻ, തമ്പുരാന് തണ്ടുമ്പ കയറാൻ വേണ്ടി നിങ്ങൾ കുനിഞ്ഞു നിൽക്കുകയാണ്. RSS തമ്പുരാക്കന്മാർക്ക്. ഇവിടെ BJP ഇനിയും വളരും. വെറുതെ അല്ല, അവർ പിണറായി വിജയനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇപ്പോൾ 3 എണ്ണം അകത്ത് കയറിയിട്ടുണ്ട്. 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണത്. വൈറസാണ്. ബംഗാളിൽ ഇതുപോലെ 3 എണ്ണം കയറിയപ്പോൾ കളിയാക്കി. ഇന്നിപ്പോൾ ഇവിടെ എത്രയാണ്? 300 എണ്ണമാണ്. മുഖ്യശത്രുവായിട്ടുള്ള പിണറായി വിജയനെയും LDFനെയും പുറത്താക്കി. ഇനിയിപ്പോൾ കേസൊന്നും വിധിയാവാൻ പോകുന്നില്ല, പക്ഷെ കേസൊന്നും നടക്കണമല്ലോ. ഇനിയുള്ളത് ഈ കൊജ്ഞാണന്മാരാ. അതിനേക്ക് ഇതെങ്ങനെ കഴുത്ത് പിടിച്ച് ജരിക്കൊന്നും വേണ്ട, അതിങ്ങനെ കാണിച്ചാൽ മതി, അതിൻ്റെ പണി തീരും. 6 മാസം അതിലപ്പുറം ഈ സാധനം പോവില്ല. BJP ഇവിടെ വളരും, BJP ഇവിടെ പടരും. പ്രത്യേകിച്ചും നിങ്ങൾ കാണിക്കുന്ന പ്രീണനം, അങ്ങോട്ടും ഇങ്ങോട്ടും അതുമൊക്കെ ഇതുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പരനാറിയ മുഖ്യമന്ത്രിയും ഇവിടെയുള്ള ലീഗോളികൾ ഉള്ളത്തോളം കാലം RSS ഇവിടെ വളരും, BJP ഇവിടെ വളരും. യാതൊരു സംശയമില്ല. ഇപ്പം ഞാനിത് പറയുന്നു, നാളെ സംഭവിക്കും. ഇന്നലെ പറഞ്ഞതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ പറയുന്നു നാളെയും സംഭവിക്കും. കണ്ടോളും.